അപ്പൊ മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറയുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടു മന്ത്രിമാരും ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച. എന്തുകൊണ്ട് എണ്ണയിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിപ്പോൾ എല്ലാത്തിനും മറുപടി ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്ന വിഷയത്തിൽ ബാർ ഉടമകളുടെയും മറ്റ് 6 സംഘടനകളുടെയും യോഗം ടൂറിസം ഡയറക്ടർ വിളിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് മദ്യനയത്തെക്കുറിച്ചല്ലെന്ന് പറയാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് എങ്ങനെ കഴിയുന്നു? അനിമോൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞ പോലെ ഇന്നലെ ടൂറിസം ഡയറക്ടറും ചുവട് മാറ്റിയിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ അറിഞ്ഞിട്ടില്ലെന്ന് 2 മന്ത്രിമാരും പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ എന്തിനാണ് യോഗം വിളിച്ചതെന്നും എന്തൊക്കെ ചർച്ച ചെയ്തെന്നും മന്ത്രിമാർ അന്വേഷിച്ചു പറയണം. യോഗത്തിൽ പങ്കെടുത്തവർ മദ്യനയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിനുശേഷമാണ് ബാർ ഉടമകളുടെ യോഗവും കോഴ കൊടുക്കുന്നതിനെ പറ്റിയുള്ള അനിമോന്റെ ശബ്ദ സന്ദേശവും. മദ്യനയം രൂപീകരിക്കുമ്പോൾ മറ്റു വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നിരിക്കെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് ആരെ കളിപ്പിക്കാനാണ് മന്ത്രിമാർ ശ്രമിച്ചത്? അതെന്തിനു വേണ്ടി? ചീഫ് സെക്രട്ടറി പോലും ഉദ്യോഗസ്ഥ യോഗത്തെക്കുറിച്ച് സമ്മതിച്ചു കഴിഞ്ഞു. ബാർ കോഴ 2ാം പതിപ്പിനെ കുറിച്ച് സംശയം ബലപ്പെടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സ്മോൾ ആണോ ഇടപാടുകൾ? പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ K. അനിൽകുമാർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP വക്താവ് ശ്രീ JR പത്മകുമാർ എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽകുമാർ, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ്. എവിടെ നിന്നാണ് മദ്യനയത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുവാൻ പറ്റുന്നത്? ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. എന്താണ് മന്ത്രി പറഞ്ഞതിന് പിന്നിലെ ലോജിക്? മദ്യനയം സർക്കാർ ചർച്ച ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റിയാസിനോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP രാജേഷിന് മുന്നിലുള്ള ചോദ്യം. സർക്കാർ ചർച്ച ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് മന്ത്രിമാർ നൽകിയ ഉത്തരം. സർക്കാർ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ചർച്ച സംഘടിപ്പിക്കപ്പെടുക? നമ്മുടെ മുന്നിൽ അതിനൊരു മാതൃകയുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ സംശയം പ്രകടിപ്പിച്ചത് ഈ ബാർ കോഴ സ്മോൾ ആണോ എന്നാണ്. ബാർ കോഴ ബിഗ് ഉണ്ടായിരുന്നല്ലോ. UDF-ന്റെ കാലത്തെ ബിഗ് ബാർ കോഴ, LDF-ന്റെ കാലത്ത് ബിഗും ഉണ്ടാവില്ല, സ്മോളും ഉണ്ടാവില്ല, ഒരു കോഴയും ഉണ്ടാവില്ല. അങ്ങ് സമയം തരികയാണെങ്കിൽ അങ്ങ് പറഞ്ഞതിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു കോഴയില്ലെന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് UDF-ന്റെ കാലത്ത് ബിഗ് ബാർ കോഴ നടന്നത്, അല്ലെ ലാർജ് ബാർ കോഴ നടന്നത്? ആ ലാർജ് ബാർ കോഴ നടന്നത് മന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിലേതെങ്കിലും ഡയറക്ടർമാരല്ല പങ്കെടുത്തത്, വകുപ്പ് സെക്രട്ടറിമാരാണ് പങ്കെടുത്തത്. അതിൽ പങ്കെടുത്തത് നികുതി വകുപ്പിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്യനയം രൂപീകരിക്കുന്നതിൽ എക്സൈസ് വകുപ്പിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ബാർ ഉടമ സംഘടനകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു. എന്നിട്ട് ബാർ ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ ലൈസൻസ് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം ആ യോഗത്തിൽ വന്നു. അതൊരു മിനിറ്റ്സാക്കി മാറ്റി. ആ മിനിറ്റ്സ് ബാർ ഹോട്ടൽ ഉടമകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. 5 ലക്ഷം രൂപ വീതം വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരിക? അതിനു പകരം നിങ്ങളെല്ലാവരും ഇത്ര രൂപ വീതം തന്നാൽ മതി, ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല, നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് UDF-ന് പണം തന്നാൽ മതി, കോൺഗ്രസിന് പണം തന്നാൽ മതി. ഇതിനാണ് നാം അറിയപ്പെടുന്ന ബാർ കോഴ. അങ്ങനെ കേരളത്തിലെ UDF നേതാക്കന്മാർ, അതിൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുണ്ട്,
ശിവകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്, മുഖ്യമായും കെ ബാബുവിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ കെ എം മാണിയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്നതാണ് ബാർകോഴ ആരോപണം പുറത്തു വരാൻ കാരണം. പക്ഷെ പിന്നീട് UDF തന്നെ അന്വേഷണം നടത്തി കെ എം മാണിക്ക് അതിൽ പങ്കില്ല എന്ന് അവർ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ചർച്ച ആരംഭിക്കുക എന്നുള്ളതിന് UDFന്റെ ഒരു മാതൃകയുണ്ട്. ബഹുമാനപ്പെട്ട VD സതീശന് പറയാം, കെ ബാബു യോഗം വിളിച്ച പോലെ മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ ഇപ്പുറത്ത് MB രാജേഷോ ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി ഒരു യോഗം വിളിച്ചോ, ഏതെങ്കിലും തരത്തിൽ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടോ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ല. യോഗങ്ങൾ കൂടുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, യോഗങ്ങൾ ചേർന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ മന്ത്രിമാർ പങ്കെടുത്തു എന്നുള്ളതല്ല, ഉദ്യോഗസ്ഥ തല യോഗങ്ങൾ ചേരുന്നുണ്ട്. അത് ഏറ്റവും അവസാനം രാഷ്ട്രീയ തീരുമാനമായിട്ടാണല്ലോ വരേണ്ടത്. അതിന് മുന്നോടിയായുള്ള ഏതെല്ലാം യോഗങ്ങൾ ചേർന്നു എന്നാണോ? ഏത് യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്? ചീഫ് സെക്രട്ടറി പോലും പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അല്ല, സെക്രട്ടറി തല യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ശ്രീ കെ അനിൽകുമാർ. അവിടെ നിന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ടൂറിസം വകുപ്പിൽ അങ്ങേക്കുള്ള മറുപടി പറയട്ടെ. സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു, അതനുസരിച്ച് ഡയറക്ടർ യോഗം വിളിക്കുകയുണ്ട. ഇതെല്ലാം അല്ല, ഈ മദ്യനയത്തെ കുറിച്ചുള്ള ചർച്ചകൾ രൂപപ്പെട്ടു വരികയാണ്. അങ്ങേക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു വരികയാണ്. ദയവായി അങ്ങ് അസ്വസ്ഥനാകാതിരുന്നാൽ പെട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ 21-ന് ടൂറിസം ഡയറക്ടർ യോഗം നടത്തിയപ്പോൾ ആ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരമല്ല, ചീഫ് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരമല്ല. അതിന്റെ തെളിവെന്താണ്? നിങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമാണ് വിളിക്കേണ്ടതെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാത്രം വിളിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്ന 21-ലെ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു? ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. താങ്കൾ ഏറ്റവും അവസാനം ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഞാൻ താങ്കളുടെ സംസാരത്തെ തടസ്സപ്പെടുകയല്ല. അല്ല, ഡയറക്ടർ നൽകിയ വിശദീകരണത്തിലേക്ക് വരാം. ടൂറിസം ഡയറക്ടർ നൽകിയ വിശദീകരണത്തിലേക്ക് വരാം. അതിനു മുൻപ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഒറ്റ സെക്കൻഡ്. ഇല്ല, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല ശ്രീ കെ അനിൽകുമാർ. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഒറ്റ ചോദ്യം. ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. ചീഫ് സെക്രട്ടറി ടൂറിസം സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് പ്രകാരമാണ് ഡയറക്ടർ യോഗം വിളിച്ചത് എന്ന കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ചീഫ് സെക്രട്ടറി തന്നെ റിലീസായിട്ട് നൽകിയിട്ടുണ്ട് ഇക്കാര്യം. അല്പം മുമ്പാണ് അദ്ദേഹം റിലീസ് നൽകിയത്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്ന കൃത്യമായ യോഗം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ഈ ടൂറിസം സെക്രട്ടറിക്കോ മറ്റേതെങ്കിലും സെക്രട്ടറിക്കോ നിർദ്ദേശം കൊടുത്തതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് 21-ലെ യോഗത്തെക്കുറിച്ചാണ്. അത് തന്നെയാണിത്. 21-ലെ യോഗമാണല്ലോ നടന്നു കഴിഞ്ഞ യോഗം. അത് തന്നെയാണിത്. ഞാൻ പറയാം, 21-ലെ യോഗം നടന്നു കഴിഞ്ഞ യോഗമാണ്. ഞാൻ പറയട്ടെ സാർ, ആ യോഗം ഏതെങ്കിലും സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ യോഗമായിരുന്നെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതുമായി ബന്ധപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി. ഇത് അതുമായി ബന്ധപ്പെട്ടവരെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്. പിന്നെ ആരെയാണ് വിളിച്ചിരിക്കുന്നത്? കേരള ട്രാവൽ മാർട്ടിന്റെ ഭാരവാഹികളെ വിളിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? അതുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി. ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി. അതല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റിനെ താങ്കൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. ഞാൻ പറയട്ടെ സാർ, ട്രാവൽ മാർട്ട് സൊസൈറ്റിക്കാർ എത്ര ബാർ ഹോട്ടൽ നടത്തുന്നുണ്ട്? അങ്ങനെയല്ല സാർ, തീരെ ഊരുമില്ലാത്തൊരു കാര്യമാണ്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ളത്. ടൂറിസം വികസനം വേണം എന്നുള്ള കാര്യത്തിൽ നമ്പർ 1 ഏറ്റവും വലിയ ആവശ്യം ഉന്നയിക്കുന്നവരാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി. ഈ ട്രാവൽ മാർട്ട് സൊസൈറ്റിയിൽ ഈ ഹോട്ടൽ ഉടമകളും ഉൾപ്പെടുന്നുണ്ട് സാർ. ഞാൻ പറയട്ടെ സാർ, അപ്പൊ ഹൗസ് ബോട്ട് ഓണർമാരെ വിളിച്ചെന്തിനാ? അപ്പൊ ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ മാറിയോ? ഹൗസ് ബോട്ട് ഉടമകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടന. അതിന്റെ പേരെന്താണ്? ഹൗസ് ബോട്ട് അസോസിയേഷൻ അല്ലെ? ഹൗസ് ബോട്ട് അസോസിയേഷൻ ആണ് ഡയറക്ടർ നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഹൗസ് ബോട്ട് അസോസിയേഷനും മദ്യനയമായിട്ട് ബന്ധം ഉണ്ട്. ആര് പറഞ്ഞു? ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക എന്നുള്ളതാണ് ഹൗസ് ബോട്ട് അസോസിയേഷനുകളുടെ സമയമായിട്ട് അവർക്കെന്താ ബന്ധം? ആര് പറഞ്ഞു ബന്ധമില്ലെന്ന്? എന്തുകൊണ്ടില്ല? അല്ല, ടൂറിസ്റ്റുകളുടെ ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ഈ മദ്യം എന്നുള്ള കാര്യം. അറിയാമല്ലോ,
ടൂറിസ്റ്റുകൾക്ക് മദ്യം വേണം. ഇതാണല്ലോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മദ്യം അത്യാവശ്യമാണ് എന്ന് പറയുന്നതും അതനുസരിച്ച് മദ്യനയം രൂപപ്പെടുത്തുന്നതും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യേക സമയം മദ്യവിൽപ്പനയ്ക്ക് കൂടുതലായി അനുവദിക്കുന്നതും അതിന് സമീപമുള്ള തെങ്ങുകൾ ചെത്തി കള്ളെടുക്കണം എന്നുള്ള നിർദ്ദേശം വന്നതും അത് ചട്ടമായിട്ട് മാറാൻ പോകുന്നതും അതാണല്ലോ കേരള ടോഡി. ഇതൊക്കെ ഉള്ളതാണല്ലോ. ടൂറിസം വികസനത്തിന് വേണ്ടി മദ്യലഭ്യത കൂട്ടണം എന്നുള്ള കാര്യം ഈ മദ്യനയത്തിൽ തന്നെ പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ടൂറിസ്റ്റ് ഈ ഹൗസ് ബോട്ട് ഓണേഴ്സിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാണ്? ഞാൻ ഒറ്റ കാര്യം കൺക്ലൂഡ് ചെയ്യാം, അതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ. ഈ 7 സംഘടനകളും 1 കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി, 2 ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, 3 ഹൗസ് ബോട്ട് അസോസിയേഷൻ, 4 ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, 5 സൗത്ത് കേരള ഹോട്ടൽസ് ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ആൻഡ് കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇവർക്കെല്ലാം ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം. അത്തരം സംഘടനകളെ മാത്രമാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചത്. അവരെല്ലാം അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിക്ക് എന്താ കാര്യമെന്ന്. അതിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചോളൂ, അദ്ദേഹം പറയും അദ്ദേഹം എന്താണ് യോഗത്തിൽ പറഞ്ഞതെന്ന്. ശരി, അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ യോഗത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ടൂറിസം മേഖലയിലെ നിരവധി ആളുകൾ ഇത്തരമൊരാവശ്യം ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ആ യോഗത്തിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് ഒരു വസ്തുതാപരമായി ശരിയായ കാര്യമാണ്. മന്ത്രിമാരാരോടെങ്കിലും ഇങ്ങനൊരു യോഗം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു മാധ്യമപ്രവർത്തകരും ഉന്നയിച്ചിരുന്നില്ല. വകുപ്പ് സെക്രട്ടറി നിലവാരത്തിലോ മന്ത്രി നിലവാരത്തിലോ സർക്കാർ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് മന്ത്രിമാർ മറുപടി പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല സാർ, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഒരു യോഗം നടന്നിട്ട് ജനിക്കാത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് മന്ത്രി. ഞാൻ പറയുമ്പോ ശരി പറഞ്ഞോളൂ. ദയവായി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ഒരാളാണ്. എനിക്ക് പറയാൻ അവസരം തന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്. ഞാൻ പറയുന്ന നാട്ടുകാരെ കേൾപ്പിക്കരുത് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനിവിടെ ഇരുന്നോളാം, പരാതിയില്ല. ഞങ്ങൾ പറയുന്ന വാദം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MP രാജേഷും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റിയാസും അവരോട് സംസാരിക്കുന്നു. ഇങ്ങനെ ടൂറിസം ഡയറക്ടർ ഒരു യോഗത്തെക്കുറിച്ച് 2 മന്ത്രിമാരോടും ആരും സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുന്ന മറുപടി എന്താണ്? ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം പോലും അനുവദിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു തരത്തിലും സർക്കാർ ചർച്ച ആരംഭിച്ചിട്ടില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ വകുപ്പ് സെക്രട്ടറിയും മന്ത്രി ഉൾപ്പെടുന്നൊരു സംവിധാനമാണ്. ആ ചർച്ച ആരംഭിച്ചിട്ടില്ല. എന്നാൽ എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ടൂറിസം മേഖല നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചർച്ചയും നടക്കാൻ പാടില്ലെന്നും നടത്താൻ പാടില്ലെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് ഈ ചർച്ച ഉന്നയിക്കുന്നൊരു പോയിന്റ് ഞാൻ പറയാം. 21-ന് യോഗം നടന്നു, 21-നും ബാറുടമകളുടെ യോഗം. അഴിമതിയാണല്ലോ ഞങ്ങൾ പറയേണ്ട ഉത്തരം. ആരോപണം സ്മോൾ ആണോ ലാർജ് ആണോ? ഞാൻ പറയുന്ന ചോദ്യം എന്താണ്? 21-ന് നടന്ന യോഗത്തിന് ശേഷം 23-നാണ് അനിമോന്റെ വോയിസ് ക്ലിപ്പ് വരുന്നത്. വോയിസ് ക്ലിപ്പിലൊരു വാചകം അങ്ങയുടെ ശ്രദ്ധ ഞാൻ പെടുത്തുക. എന്താ പറയുന്നറിയാമോ? ഈ മദ്യനയം തീരുമാനിക്കുന്ന കാര്യത്തിൽ പല ആളുകളും പറയുന്നത് പോലെയല്ല. നിങ്ങൾ പണം കൊടുക്കണം, 2.5 ലക്ഷം രൂപ വീതം നിങ്ങൾ തരണം. 3-ലൊന്ന് ആളുകൾ പണം നൽകിക്കഴിഞ്ഞു. അതിലൊരാൾ ഇടുക്കിയിലുള്ള ഇന്ന ഹോട്ടൽ ഉടമയാണ്. അനിമോന്റെ ശബ്ദം നിങ്ങളുടെ ഉണ്ടെങ്കിൽ കേൾപ്പിച്ചാൽ വീണ്ടും മനസ്സിലാവും. എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ വിവാദമാക്കുന്ന, നിങ്ങൾ ഏതാണ്ട് കുറ്റകൃത്യം ചെയ്തു എന്നതിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു യോഗത്തിൽ 21-ന് നടക്കുന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ 3-ലൊന്ന് ബാർ ഉടമകളും പണം കൊടുത്തു എന്ന് പറയുന്നത്? ഇടുക്കിയിലെ ഏതാണ്ട് ഒരു ബാർ ഉടമ പൈസ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത്? അവരുടെ യോഗം നടന്നു എന്ന് പറഞ്ഞ 23-ന് മാത്രമാണ്. താങ്കളുടെ വാദം പറഞ്ഞു. ഞാൻ എന്റെ കാര്യം കൂടി പറയട്ടെ. അല്ല, ഞാൻ താങ്കളുടെ ശ്രദ്ധ പോവുകയാണ്. ഒരു കാര്യം ശ്രീ KL കുമാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം അല്ല, അക്കാര്യം ബോധ്യമായി, അക്കാര്യം ബോധ്യമായി. താങ്കൾ കൺക്ലൂഡ് ചെയ്യാൻ പോകേണ്ട, അതിന്റെ കാര്യമില്ല, ബോധ്യമായി. പാർട്ടിയുടെ വാദം ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ശരി, ഒരു സെന്റൻസ്. എന്റെ പാർട്ടിയുടെ വാദം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആയിക്കോട്ടെ. മന്ത്രിമാർ നുണ പറഞ്ഞു എന്നുള്ള ചോദ്യം, ഉത്തരം എന്താണ്? മന്ത്രിമാരോട് നുണയും പറഞ്ഞിട്ടില്ല. മന്ത്രിമാരോട് ടൂറിസം സെക്രട്ടറി നിർദ്ദേശം കൊടുത്തിട്ട് നടക്കുന്നൊരു യോഗത്തെ സംബന്ധിച്ച് മന്ത്രിമാരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നില്ല. അത്തരമൊരു യോഗത്തെക്കുറിച്ച് മന്ത്രി ലെവലിൽ അറിവുള്ള കാര്യമേ ആയിരുന്നില്ല.
അതുകൊണ്ട് അവരോട് ആരും ചോദിച്ചുമില്ല, അവർ മറുപടി പറഞ്ഞുമില്ല. ശരി ശരി ഓക്കെ. സർക്കാർ നിലവാരത്തിൽ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എന്നും ഞങ്ങളുടെ നിലപാട്. ശരി ശരി. എന്തായാലും മന്ത്രിമാർ ആ രീതിയിലല്ല പറഞ്ഞത്, ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല എന്നാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളുടെ വിവരങ്ങൾ വന്നത് എന്നത് മറ്റു കാര്യം. പക്ഷേ താങ്കളുടെ വാദം, താങ്കളുടെ പാർട്ടിയുടെ വാദം അതാണ്. പക്ഷേ അല്ല, താങ്കൾ പറഞ്ഞ ഒരു കാര്യം താങ്കൾക്ക് ഇനി അത് അല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ മദ്യവും നയവുമായി ബന്ധപ്പെടാത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചതെന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ 7 പേരുടെയും പേര് വായിച്ചു. ആ 7 പേരും മദ്യനയവുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടവരും അഭിപ്രായം പറയാൻ അർഹരുമാണ്. അത് ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല്പസമയം മുമ്പാണ് വാർത്താക്കുറിപ്പ് വന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യവസായ ടൂറിസം മേഖലകളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. അതായത് മെയ് 21 ഉയർന്നു വന്ന ഒരു ആവശ്യമല്ല. 22-ാം തീയതി ആയപ്പോഴേക്കും ബാർ ഉടമകളുടെ യോഗവും 23-ാം തീയതി അനിമോന്റെ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. എക്സൈസ് വകുപ്പിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് സമാനമായ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി 4-ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉന്നയിച്ച വിഷയങ്ങളിലും ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യം ഉയർന്നിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശങ്ങൾ നൽകിയത് ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട കടമയുടെ ഭാഗമാണ്. ഇത് പതിവായി നടക്കുന്നതുമാണ്. അതായത് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു സെക്രട്ടറിമാരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ. അതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിലും അത്തരം ചർച്ച നടന്നു. ഇങ്ങനെ ചർച്ച നടന്നത് സമ്മതിക്കാൻ എന്ത് കുഴപ്പമാണ്? വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് സങ്കീർണമാക്കിക്കൊണ്ട് പോകുന്നത്? താങ്കളുടെ 2 വാദത്തിനെതിരെയും ഞാൻ വാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചിരുന്നു. താങ്കളോടാണ് ചോദിച്ചത്. എന്താണ് മന്ത്രിയോടെ ചോദിച്ചത്? എന്താണ് ഏത് മന്ത്രിയോടെ ചോദിച്ചത്? മന്ത്രിയോടല്ലോ സാർ. ഇങ്ങനെ യോഗം നടന്നിട്ടുണ്ട്. ഈ മന്ത്രിതലത്തിലാണ് ചർച്ച നടന്നതെന്ന് ആരോട് എപ്പോൾ പറഞ്ഞു? ഉദ്യോഗസ്ഥതല ചർച്ച നടന്നിട്ടാണ് അവസാനം മന്ത്രിതല ചർച്ചകളും ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ തീരുമാനവും ഉണ്ടാകുന്നത് സാർ. ചർച്ച ചെയ്യുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ചീഫ് സെക്രട്ടറിക്ക് ഒരു അധികാരവും ഇവിടെ ഇല്ല. ഔദ്യോഗികമായി സർക്കാർ നിലവാരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമല്ലേ? ഡയറക്ടർമാരല്ല, ടൂറിസം ഡയറക്ടർ അല്ല സർക്കാർ. അത് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞു ടൂറിസം ഡയറക്ടർ മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അത് പല CPM നേതാക്കളും അത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടൂറിസം ഡയറക്ടർ അല്ല, ടൂറിസം സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു, ചീഫ് സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു, ചീഫ് സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും പറയുമാണ് മന്ത്രിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. അതായത് ഇതെല്ലാം ബാർഉടമകൾ അറിയുന്നുണ്ട് സാർ. മന്ത്രിമാരിലേക്കും രാഷ്ട്രീയ തീരുമാനത്തിലേക്കും വരുന്നതിന് മുൻപ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഈ ബാർഉടമകൾക്ക് അറിയാം. അത് UDF-ന്റെ കാലത്താണെങ്കിലും LDF-ന്റെ കാലത്താണെങ്കിലും അത് ബാർഉടമകൾ ആ യോഗത്തിൽ പറഞ്ഞു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതാണ് സ്മോൾ ആണോ ഇടപാടെന്ന് ചോദിച്ചത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല, ഇതാണ് മന്ത്രിമാർ പറഞ്ഞത് എന്നാണ് ശ്രീ K. അനിൽകുമാർ പറയുന്നത്. താങ്കളുടെ വാദം? അല്ല, മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു സാർ. മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ആക്ഷേപം അതല്ല. ഞങ്ങളെ ആക്ഷേപിച്ചു. ഒരു മര്യാദ കാണിക്കട്ടെ ചർച്ചയിൽ വന്നിട്ട്. ഞാൻ പറഞ്ഞു ഇവിടെ സമയം 7:16 കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തത്തുല്യമായ സമയം എനിക്ക് ലഭിക്കണം. ഞാൻ സംസാരിക്കണം. മഞ്ജുഷ ഞങ്ങളെ ആക്ഷേപിച്ചു. ഇല്ല, ഞാൻ ആക്ഷേപിച്ചില്ല. ശ്രീ ജ്യോതികുമാർ പറയൂ. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ, താങ്കൾക്ക് മാത്രം താങ്കൾ മഞ്ജുഷ മാത്രം സംസാരിച്ചാൽ മതിയോ? ശ്രീ K. അനിൽകുമാർ താങ്കളെ ഒരു ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങളെ അപമാനിച്ചു മഞ്ജുഷ്. എന്ത് അപമാനിച്ചു? പറഞ്ഞു മഞ്ജുഷ് അപമാനിച്ചു. ഞാൻ പറയാം ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറയാം. നിങ്ങൾക്ക് സ്മാളാണോ ലാർജാണോ? ഞാൻ പറയട്ടെ. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു കോടി എന്ന് പറയുന്ന ആ ആരോപണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും താങ്കൾക്ക് സമയം കിട്ടിയിരിക്കും. ജ്യോതികുമാർ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ശരി. ഞാൻ പറയുന്ന വാചകത്തിന് മേലെ കളവ് പറഞ്ഞൊളിച്ചു പോകരുത്. ഏത് കളവ്? വാചകത്തിന് മേലെ ഞങ്ങളെ ആക്ഷേപിച്ചൊളിച്ചു പോകരുത്. മഞ്ജുഷോട് ഞാൻ പറയാം. താങ്കളുടെ അവസരത്തിൽ പറയാം. താങ്കളുടെ അവസരത്തിൽ പറയാം. താങ്കൾ മര്യാദ കാണിക്കുക. സർക്കാരിന്റെ കാലത്ത്
താങ്കൾ മര്യാദ കാണിക്കണേ. ഞാൻ ചാമക്കാല ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നല്ല. അല്ലല്ല, അങ്ങനെ സംസാരിക്കണ്ട. അങ്ങനെ അൽക്കുമാർ സംസാരിക്കണ്ട. ഞാൻ പിന്നെ എന്തിനായിരിക്കുന്നത്? ഈ സർക്കാരിന്റെ കാലത്ത് എന്താണെന്നാണ് മഞ്ജുഷോട് താങ്കൾ സംസാരിക്കുന്നത്? എനിക്ക് തന്നെ സമയമാണ്. വിളിച്ചിട്ട് വന്നല്ല. അല്ല ഈ സർക്കാരിന്റെ അല്ലല്ല, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ താങ്കൾ ഇനി ഒരു വാചകോട് സംസാരിക്കുന്നില്ല. മഞ്ജുഷ പറഞ്ഞ അപമാനം എന്താണ്? താങ്കൾ ഇനി ഒരു വാചകം സംസാരിക്കുന്നില്ല. സർക്കാരിന്റെ കാലത്ത് ഒരു താങ്കൾ ഇനി ഒരു വാചകം സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ശേഷമേ താങ്കൾ സംസാരിക്കാൻ അവസരമുള്ളൂ. ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. ഞാൻ സംസാരിക്കുന്നത് ഊഴമാണ്. ഞാൻ സംസാരിച്ചതിന് ശേഷം സംസാരിക്കും. ഇല്ലെങ്കിൽ മര്യാദകളെന്ന് പറയേണ്ടി വരും. ശരി, മഞ്ജുഷുമായിട്ടാണ് ഞാൻ പറയുന്നത്. നോ 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 അല്ല താങ്കൾക്ക് പറയാനുള്ള ഈ സർക്കാരാണ് ഞാൻ തർക്കിക്കുന്നത്. മഞ്ജുഷുമായിട്ട് പറയാനുള്ള താങ്കളുടെ അവസരം കഴിഞ്ഞേ. മഞ്ജുഷ് പറഞ്ഞ താങ്കളുടെ അവസരം കഴിഞ്ഞെന്ന് പറഞ്ഞ എത്ര നേരമായി? താങ്കൾ സ്ഥിരമായി വന്നിരുന്ന ഈ ചർച്ച ഉണ്ടാക്കാൻ നിൽക്കലേ. ഇന്നലെ ഇത് തന്നെയാണ് താങ്കളുടെ അവസ്ഥ. UDF സർക്കാരിനെ പോലെ അല്ലല്ല കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ ഇറങ്ങിപ്പോ ഇല്ല, പോയി കേസ് കൊടു. UDF സർക്കാരിനെ പോലെ LDF സർക്കാരിന്റെ താങ്കൾ ഇപ്പൊ പറയണ്ട. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കൾ 15 മിനിറ്റ് 16 മിനിറ്റ് താങ്കൾ പുരാണമൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം കേട്ടു. മഞ്ജുഷുമായിട്ടാണ് തർക്കം. ശരി 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 ആയിക്കോട്ടെ ഞാനതിന് മറുപടി പറഞ്ഞോളാം. ഇനി പറഞ്ഞോളാം ചർച്ച മുന്നോട്ട് പോട്ടെ. ചർച്ച മുന്നോട്ട് പോട്ടെ. ഇത് പറയാതെ പോവില്ല. താങ്കൾ പറഞ്ഞുവല്ലോ, കേട്ടു. ഞാൻ തിരുത്താനുള്ള എന്ത് തിരുത്താനാണ്? ഞാൻ LDF സർക്കാരിന്റെ കാലത്ത് LDF സർക്കാരിന്റെ കാലത്ത് കോഴ ഇടപാട് നടന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ചകളാണ് നമ്മൾ നടത്തുന്നത്. താങ്കൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പിടിക്കാതെ. ശരി മര്യാദകളാണ്. ഞാൻ പറഞ്ഞ ബാർ ഉടമകൾക്ക് അറിയാം കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും ആണെങ്കിലും കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം എന്നാലേ കാര്യം നടക്കൂ എന്ന് ബാർ ഉടമകൾക്ക് അറിയാമെന്നാണ്. അല്ലെങ്കിൽ താമസിക്കാൻ പിടിക്കണ്ട. ശ്രീ ജോലി ചാമക്കാല. ശരി ശരി ശ്രീ ജ്യോതികുമാർ. ശരി 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 അനിൽ ശരി ജ്യോതികുമാർ ആയിക്കോട്ടെ. ശ്രീ ജ്യോതികുമാർ ശരി ശരി ആയിക്കോട്ടെ. പിടിച്ച് അങ്ങനെയാണെങ്കിൽ അവരെ കയ്യാമം വെച്ച് കാണിക്കണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അവരെയൊന്നുമല്ല, നിങ്ങളെയാണ് ശരി 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 ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ആയിക്കോട്ടെ ജ്യോതികുമാർ. കേസൊന്നും കൊടുക്കാൻ സൗകര്യപ്പെടില്ലേ? പറഞ്ഞു പോകാൻ ജ്യോതികുമാർ താങ്കൾ പറയാനുള്ളത് പറയൂ. ജ്യോതികുമാർ പറയാനുള്ളത് പറയൂ. ജ്യോതികുമാർ പറയൂ. നോക്കൂ, എനിക്ക് നിങ്ങൾ അവസരം തന്നിരിക്കുന്ന 7:21 ഇത്രയും നേരവും അദ്ദേഹമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുവാനുള്ള അവസരം കിട്ടണം. ഞാൻ വളരെ കൃത്യമായി പറയാം. അദ്ദേഹം തുടങ്ങിയത് ഇവിടെ സ്മോൾ ആണോ ലാർജ് ആണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ഈ സംസ്ഥാനത്ത് നേരത്തെ നടന്നതായി ആരോപിക്കുകയും 8 വർഷം ഈ സംസ്ഥാനം ഭരിച്ചിട്ടും ഒരു കേസും കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത ആദ്യത്തെ ബാർക്കോഴ വിവാദം, ആ വിവാദത്തിന്റെ പിന്നിലെ 1 കോടി രൂപയുടെ പശ്ചാത്തലത്തിലുള്ള ചർച്ചയാണ് നടന്നത്. ഇപ്പോ 800 ബാറുകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്ന 20 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്മോൾ ഏതാണ് ലാർജ് ഏതാണ്, അല്ലെങ്കിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതിന്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. 20 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ, എന്നെ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇവിടെ എന്താ പീരിയോഡിക്കലായിട്ടുള്ള നടത്താൻ മീറ്റിംഗ് ആണ് ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ചീഫ് സെക്രട്ടറി ഇന്നിപ്പോ ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട്. നേരത്തെ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. തൊട്ട് അടുത്ത ദിവസം അനിമോൻ മറ്റൊരു ശബ്ദ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു പത്രക്കുറിപ്പിലൂടെ അദ്ദേഹത്തിന്റെ ഭാഗം സർക്കാരിന് അനുകൂലമായി വിശദീകരിച്ചു. അപ്പോ അടുത്ത ദിവസം ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ ഭാഗത്ത് ഒരു റിപ്പോർട്ട് വന്നു, അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നു. അവിടെ അനിമോനെ പോലെ തന്നെ ടൂറിസം ഡയറക്ടറും മറ്റൊരു അനിമോനായി. ഇന്നിപ്പോ ചീഫ് സെക്രട്ടറി 3ാമത്തെ അനിമോനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ പീരിയോഡിക്കലായി നടത്തിയിട്ടുള്ള മീറ്റിംഗ് ആണ്. ശരി, വാദഗതിക്ക് വേണ്ടി അംഗീകരിക്കാം. അങ്ങനെ പീരിയോഡിക്കലായി നടത്തിയ മീറ്റിംഗ് ആണെങ്കിൽ ഈ പറയുന്ന അബ്കാരി പോളിസി എല്ലാ വർഷവും മാർച്ച് 31 മുമ്പ് വരേണ്ടതാ. ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് അബ്കാരി പോളിസി. ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അബ്കാരി പോളിസി തീരുമാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കിയിട്ടാണ്. അപ്പോ 2024-2025 വർഷത്തെ അബ്കാരി പോളിസി വരേണ്ടത് 2024 മാർച്ച് മാസം 31 മുമ്പാണ്. അപ്പൊ അവർ കാരണമായി പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ചു പോയി എന്നാ പറയുന്നത്. ഇലക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ.
2024-25 കുറിച്ച് പറയുമ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണെങ്കിൽ 2023-24 അതുപോലെ തന്നെയാണ്. അതിന്റെ തീരുമാനം വന്നിട്ടുള്ളത് 2024 ജനുവരിയിലാണ്. അപ്പോ അവിടെ തന്നെ പോളിസിയെ സംബന്ധിച്ച് സമയബന്ധിതമായി തീരുമാനമെടുക്കാതെ അവർ നീട്ടിക്കൊണ്ടുപോയത് ഇവർ ഉദ്ദേശിച്ച പൈസ പിരിഞ്ഞു കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇത് നീട്ടിക്കൊണ്ടുപോയത്. ഇപ്പോഴും പിരിഞ്ഞു കിട്ടാത്തതുകൊണ്ടാണ് ഈ പോളിസി നടപ്പിലാക്കാത്തത്. ഇവിടെ പറയുന്നു ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിന്റെ മിനിറ്റ്സ് നമ്മുടെ കൈവശമുണ്ടല്ലോ, താങ്കളുടെ കൈവശവും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതിൽ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നു. 19ാമത്തെ ഐറ്റമായി പറഞ്ഞിരിക്കുന്നു, സംസ്ഥാനത്തെ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ 12 ദിവസം സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം ദേശീയ അന്തർദേശീയ കോൺഫറൻസുകൾ എന്നിവയിൽ സംസ്ഥാനത്തിന്റെ ഒഴിവാക്കാനുള്ള കാരണമായേക്കുമെന്ന് വിഷയം ചർച്ച ചെയ്തു. ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇത് കേരളത്തിൽ വരുമാനവും തൊഴിലവസരങ്ങളും മറ്റും നഷ്ടപ്പെടുത്തുന്നു. ടൂറിസം വകുപ്പ് ഇതേപ്പറ്റി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിശോധന ശേഷം ഒരു കുറിപ്പ് സമർപ്പിക്കേണ്ടതാണ്. ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. അതിന്റെ ഭാഗമായി ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. ഇതൊന്നും സർക്കാരിന്റെ ഭാഗമല്ല എന്ന് പറയാൻ അനിൽകുമാറിനെ പോലുള്ളവർക്ക് മാത്രമേ കഴിയൂ. അതെ, മന്ത്രിമാരുടെ ഭാഗമല്ല, സർക്കാരിന്റെ ഭാഗമല്ല. ഇത് ടൂറിസം ഡയറക്ടർ സർക്കാരിന്റെ ഭാഗമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച്. അല്ല ഞാൻ പറഞ്ഞു തന്നോട്ടെ. അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇതിനെയൊക്കെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തരുതല്ല, നമുക്ക് എന്ത് പറയാൻ പറ്റും? ടൂറിസം ഡയറക്ടർ സർക്കാരിന്റെ ഭാഗമല്ല എന്നൊക്കെ അനിൽകുമാർ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് പറയാൻ, അദ്ദേഹത്തെ എങ്ങനെ തിരുത്താനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള ത്രാണിയില്ല, ശേഷിയില്ല. ഏതായാലും ഞാൻ അതവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോ അത്തരത്തിൽ നോക്കൂ, മഞ്ജുഷ മനസ്സിലാക്കേണ്ടത് വളരെ അതിനപ്പുറത്തേക്ക് ഒരു കഥയുണ്ട്. ഇവിടെ തുടരെ ഈ മാർച്ച് 1-ാം തീയതി കൂടിയ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസത്തെ തന്നെ എല്ലാ മാധ്യമങ്ങളും, ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയൊക്കെ ലീഡ് സ്റ്റോറി ആയിരുന്നു, സംസ്ഥാനത്തെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ അവസ്ഥയിലാണ്, വലുതായിട്ട് ആരും ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പോ ആ രീതിയിൽ ഡ്രൈ ഡേ ഒഴിവാക്കാൻ പോകുന്നു നിരന്തരമായി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് വരികയും അതിനൊരു അനുകൂല സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൾസ് അറിയാൻ വേണ്ടി നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നല്ലോ. ഇതൊക്കെ മനഃപൂർവ്വം വന്നതാണ്. അന്നൊക്കെ ആ വാർത്തകൾ വന്നപ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾ ഡ്രൈ ഡേ പിൻവലിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഏതെങ്കിലും കോഡിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇപ്പൊ എപ്പോഴാ വന്നേ? ഇപ്പൊ ആരൊക്കെ ഇറങ്ങുന്നത്? അനിമോൻ ഇറക്കുന്നു, ടൂറിസം ഡയറക്ടർ ഇറക്കുന്നു, സാക്ഷാൽ ചീഫ് സെക്രട്ടറി ഇറക്കുന്നു, മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന്. പ്രാഥമികമായ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് റിയാസും MP രാജേഷുമാണ്. പ്രാഥമികമായിട്ടല്ല, ചീഫ് സെക്രട്ടറി തന്നെ ഈ ടൂറിസം സെക്രട്ടറി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു 21-ാം തീയതി. അപ്പോ ഈ പാക്കേജുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 20 കോടിയുടെ അഴിമതി. അപ്പൊ ആ സർക്കാർ 20 കോടി രൂപയുടെ അഴിമതി നടന്നുകൊണ്ടിരുന്നു. നേരത്തെ മാർച്ച് 1 തന്നെ തീരുമാനിച്ചു പോയല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. അവിടെ മുതൽ പിരിവ് ആരംഭിച്ചു. ആ പിരിവ് സക്സസ്ഫുൾ ആയില്ല. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോഴത്തെ കമ്മീഷണറുടെ ഇടംകോലിട്ടതുകൊണ്ടാണെന്നാണ് അവരുടെ വാദം. ഏതായാലും ആ പിരിവ് സക്സസ്ഫുൾ ആയില്ല. പിരിവ് സക്സസ്ഫുൾ ആകാത്തതുകൊണ്ട് മാത്രം ഈ 21-ാം തീയതി ടൂറിസം വകുപ്പ് മീറ്റിംഗ് വിളിച്ചു, ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് മന്ത്രിയുടെ ചേംബറിൽ ഇതുപോലെ തന്നെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന്, ഔദ്യോഗികമോ അനൌദ്യോഗികമോ ഇവരെല്ലാം ചേർന്ന് മീറ്റിംഗ് കൂടി. മന്ത്രി അവർക്ക് ഡേറ്റ് കൊടുത്തു. ജൂൺ മാസം 10-ാം തീയതി നിയമസഭ തുടങ്ങുകയാണ്. ആ സമയത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഫൈനൽ ചർച്ചയാകാം. അല്ല, അതിലൊരു ക്ലാരിറ്റി വരുത്തണം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അതായത് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഈ 7 സംഘടനകളായിരുന്നുവല്ലോ, അവരെ മന്ത്രി കണ്ടു എന്നാണോ? എക്സൈസ് മന്ത്രി കണ്ടു എന്നാണോ, അതോ ടൂറിസം മന്ത്രി കണ്ടു എന്നോ? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സെക്രട്ടറിമാരുമായി, ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരുമായി മന്ത്രി 22-ാം തീയതി തന്നെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഡേറ്റുകൾ മനസ്സിലാക്കണം. മാർച്ച് മാസം 1-ാം തീയതി ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ ഇതിന് തുടക്കം കുറിക്കുന്നു ഔദ്യോഗികമായി. ഇല്ല, ചീഫ് സെക്രട്ടറി പറഞ്ഞു അതിന് മുമ്പേ തുടങ്ങിയെന്നാണ്. അതിന് മുമ്പേ തുടങ്ങി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ജനുവരിയിലെ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നേരത്തെ ചർച്ചയുണ്ട്. പക്ഷെ ഇപ്പോ ഔദ്യോഗികമായി നമ്മുടെ കൈവശം രേഖകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി മുതൽ ഒഫീഷ്യലായിട്ട് ഇതിന്റെ പ്രോസസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. 1/3 ആളുകളിൽ നിന്ന് പിരിവ് കിട്ടിയിട്ടുണ്ട് എന്ന് അനിമോൻ ഉൾപ്പെടെ സംസാരിച്ച് സമ്മതിക്കുന്നുണ്ട്. ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 21-ാം തീയതി ഇത്തരത്തിൽ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിക്കുന്നത്. ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. എന്താണ്, ജൂൺ 10-ാം തീയതി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കാണാമെന്ന് പറഞ്ഞു. മന്ത്രി കാണാമെന്ന് പറഞ്ഞിരിക്കുക. ജൂൺ 10 എന്ന് പറയുമ്പോൾ നിയമസഭ തുടങ്ങുകയാണ്. അപ്പോ ജൂൺ 10-ന് മുമ്പ്
ഫണ്ട് കളക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ജൂൺ 10 ആ പോളിസിയിൽ ഡ്രൈ ഡേ പിൻവലിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി മന്ത്രി കണ്ടതും മന്ത്രി സംസാരിച്ചതും 22-ാം തീയതിയാ. 23-ാം തീയതി തന്നെ മീറ്റിംഗ് കൂടുന്നു. 23-ാം തീയതി മീറ്റിംഗ് കൂടി ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. കിട്ടാത്ത പൈസ പെട്ടെന്ന് പിരിക്കണമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാ? ജൂൺ 10 മുമ്പ് ഇതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാകുകയും ഫണ്ട് കൈമാറുകയും വേണം. അവിടെ വെച്ചാണ് ആ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ കിടന്ന് ഉരുളുന്നൊക്കെ എന്തിനാ? നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് ടൂറിസം എന്തിനാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ എക്സൈസിന്റെ ഭാഗമാണല്ലോ. നിങ്ങൾ പറയുന്നു ഇതൊക്കെ അവിടെ വിളിച്ചതൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത് എക്സൈസിന്റെ ഭാഗമാണല്ലേ? എക്സൈസിന് സെക്രട്ടറി ഇല്ലേ, കമ്മീഷണറില്ലേ? അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെ കൈകാര്യം ചെയ്യേണ്ടത്. എന്തിന് ടൂറിസത്തിലേക്ക് കൊടുക്കുന്നു? അപ്പോൾ അവിടെയൊക്കെ ആസൂത്രിതമായ ഇടപെടലുകൾ. ഞങ്ങൾ ആധികാരികമായി പറയുന്നു, ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റിലൂടെ തന്നെ ഈ പ്രോജക്ട് നടപ്പിലാക്കണം, അഥവാ ഈ ഡ്രൈ ഡേ പിൻവലിക്കുന്നത് നടപ്പിലാക്കണമെങ്കിൽ അവിടെ ടൂറിസം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുള്ള താല്പര്യം എന്താണ്? അല്ല, ഈ ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യത്തിൽ ഈ 2 ലക്ഷം രൂപ വീതം ടൂറിസം രംഗത്തിന്റെ ആവലാതികൾ പരിഗണിച്ചുകൊണ്ട് ഡ്രൈ ഡേ പിൻവലിക്കുന്നു. അതിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ ഡ്രൈ ഡേ ഉള്ളത് കൊണ്ട് ഈ 12 ദിവസങ്ങൾ അങ്ങനെ പോകുന്നു. അത് ഈ വരുമാനത്തെയും ബാധിക്കും, അതുപോലെ തന്നെ ഈ ടൂറിസം രംഗത്തെയും ബാധിക്കും. ഈ വെളിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഈ 7 സംഘടനകൾ, എനിക്ക് അത്ഭുതം തോന്നിയത് അനിൽകുമാർ പറയുന്നു, ഈ 7 സംഘടനകളിൽ എത്ര പേർക്ക് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ അർഹത ഉള്ളവരാണെന്ന്. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞു, ആ 7 സംഘടനകൾക്കും അർഹതയുള്ളവരാണ്. അവർ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുന്നത് അവർക്ക് ഗുണകരമായോ അല്ലെങ്കിൽ ദോഷകരമായോ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായം പറയും. അപ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൃത്യമായി തന്നെ ആ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, യോഗത്തിന്റെ സബ്ജക്റ്റിൽ കൃത്യമായിട്ട് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇന്ന് ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി പറയുകയാണ്, ഇങ്ങനെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന്. അതല്ലാതെ പിന്നെ എന്ത് കാര്യം ചർച്ച ചെയ്യാനാണ് അവിടെ? അതിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ചു, അവരും പറഞ്ഞു ഇക്കാര്യമാണ് ചർച്ച ചെയ്തതെന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി, അതിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിച്ചതാണ്. അല്ല മഞ്ജുഷേ, ടൂറിസം ഡയറക്ടർ വിളിച്ച ഒരു മീറ്റിംഗിൽ ടൂറിസം ഡയറക്ടർക്ക് വേണ്ടി പിന്നെ എന്താ പറയുക, ഡെപ്യൂട്ടി ഡയറക്ടർ സർക്കുലേറ്റ് ചെയ്ത നോട്ടീസിൽ അതിൽ അജണ്ടയായി പറഞ്ഞിരിക്കുന്നത് ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ഒളിമ്പിക്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അതോ ഇപ്പോൾ നടക്കുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അവിടെ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന മദ്യനയത്തെ സംബന്ധിച്ചാണെന്നേ. എക്സൈസ് പോളിസിയെ കുറിച്ച് നോട്ടീസ് കൊടുത്ത് അജണ്ട ഫിക്സ് ചെയ്ത് മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് പിന്നെ എന്താണെന്നാ പറയേണ്ടത്? എന്തിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഈ മദ്യനയത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ എന്ത് കുഴപ്പമാണുള്ളത്? ടൂറിസം വകുപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്തത് കൊണ്ടും ഒരു കുഴപ്പവും ഇല്ലല്ലോ, എന്നിട്ട് അത് സമ്മതിക്കാനാണ് കുഴപ്പം. അവിടെ മറ്റൊരു പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച പരമപ്രധാനമായ ചോദ്യത്തിന് ഞാൻ മറ്റൊരു മറുപടി പറയട്ടെ. എന്തുകൊണ്ടാണ് മാർച്ച് 31 മുമ്പ് നടപ്പിലാക്കേണ്ടിയിരുന്ന ടൂറിസം ഈ മദ്യനയം നീട്ടിക്കൊണ്ടുപോയത്? അത് നീട്ടിക്കൊണ്ടുപോയത് മദ്യ മുതലാളിമാർക്ക് ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയുള്ള സമയം കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്നേ. എന്തിനാ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷവും ഈ വർഷവും അല്ലാതെ ബാക്കി എല്ലാ വർഷങ്ങളിലും മാർച്ച് 30 മുമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ അവര് പിന്നെ പോളിസി തീരുമാനിച്ചപ്പോ എന്താ ബാർ ലൈസൻസ് ഫീ കൂട്ടാൻ തീരുമാനിച്ചു 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം രൂപ മദ്യ മുതലാളിമാർ നൽകിയത് ഈ വർഷം 2024 ഫെബ്രുവരിയിലാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ മുമ്പ് സംസ്ഥാനത്തെ ഖജനാവിലേക്ക് വേണ്ടിയിരുന്ന 40 കോടി രൂപ ഈ വർഷമാണ് അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നീട്ടിക്കൊണ്ടുപോയി. അവരെ സഹായിക്കാനാ. ഇപ്പോ ഡ്രൈ ഡേ പിൻവലിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാനുള്ള സമയം കൊടുക്കുകയാണ്. ആ സമയം കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോഴും അവരുടെ പോളിസി നടപ്പിലാക്കാതെ പോയത്. ഇലക്ഷൻ വന്നു എന്ന് പറയുന്നത് പേരിനല്ലേ. 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുമെന്നും അത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇലക്ഷൻ ഉണ്ടാകുമെന്നും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാത്തതാണോ? എല്ലാവർക്കും അറിയാം. ശരി, ശ്രീ ജെ.ആർ. പത്മകുമാർ, മന്ത്രിതലത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ള ഒരു ഡിഫൻസീവ് അതാണിപ്പോൾ CPM നടത്തുന്നത്. ഇപ്പോൾ അനിൽകുമാർ അതാണ് പറഞ്ഞത്, മന്ത്രിമാർ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല. അതാണ് മന്ത്രിമാർ പറയുന്നത്, അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല, മന്ത്രി അറിഞ്ഞുകൊണ്ടൊരു ചർച്ച വേണ്ട, അതിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ഈ ഡയറക്ടർ വിളിക്കുന്ന യോഗങ്ങളിൽ സംഭവിക്കുന്നത്. ഡയറക്ടറേറ്റിന് യോഗം വിളിക്കാം, അത് മന്ത്രി അറിയണമെന്നില്ല. അത് മന്ത്രിയും പറയുകയുണ്ട് അങ്ങനെ ഇല്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ഇവിടെ ഏതൊരു അന്വേഷണം നടത്തിയിട്ടും കാര്യമില്ല, അത് ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ചൊക്കെയായിരുന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
ഇതൊരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമല്ലേ ഇങ്ങനൊരു ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്? ഈ ബാർ ഉടമകളുടെ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അങ്ങനെ ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നാണല്ലോ ഈ കെ എം മാണി അവസാനം രാജിവെക്കേണ്ടി വന്നത്. ഇതിപ്പോ പൂച്ച പുറത്ത് ചാടി, ബക്കറ്റിൽ നിന്ന് പൂച്ച പുറത്ത് ചാടി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അനിൽകുമാർ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്. ഈ 21-ാം തീയതിയിലെ മീറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ 3 മന്ത്രിമാർ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക. ഇവർ ന്യായീകരിക്കുന്നതും അത് തന്നെയായിരുന്നു. അടിസ്ഥാനപരമായി ഒരു ചർച്ചയും മദ്യനയവുമായി നടന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 21-ാം തീയതി ടൂറിസം ഡയറക്ടർ നടത്തിയ ചർച്ചയുടെ അതിൻ്റെ അജണ്ട തന്നെ നയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അജണ്ട തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു വന്നില്ലെങ്കിൽ ഇപ്പോൾ അനിൽകുമാറും ബാക്കി മാർക്സിസ്റ്റ് നേതാക്കന്മാരും പാർട്ടിയുടെ സെക്രട്ടറിയും മന്ത്രിമാരും പറഞ്ഞതൊക്കെ ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമായിരുന്നു. ഇപ്പോൾ സർക്കാരല്ല, സർക്കാരുമായി ബന്ധമില്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ 3-4 മന്ത്രിമാർ മാത്രമാണ് എന്നുള്ളൊരു ധാരണയില്ല. അത് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ശ്രമമാണ് ഇപ്പോൾ അനിൽകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2014-ലെ അഴിമതി മദ്യനയവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഒരു തനി ആവർത്തനമാണ്, യാതൊരു സംശയമില്ല. ഇത് അന്നത്തേക്കാൾ ഒരു വലിയ ആരോപണമാണ്, അഴിമതി ആരോപണമാണ്. ഇത് നടന്നിരുന്നു, അത് തുടക്കത്തിൽ ചീറ്റിപ്പോയി എന്നുള്ളൂ. നടന്നിരുന്നുവെങ്കിൽ വലിയ ഈ മേഖലയിലുള്ളൊരു വലിയ അഴിമതി തന്നെയാണ്. അന്ന് മദ്യ മേഖലയുമായി അതിൻ്റെ അസോസിയേറ്റ് ബന്ധപ്പെട്ട് നിന്ന ഒരാൾ പുറത്തു വന്ന് പറഞ്ഞു 1 കോടി രൂപ ആവശ്യപ്പെട്ടു, 5 കോടി ചോദിച്ചു, 1 കോടി അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം അന്നെന്താ പറഞ്ഞത്? അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ചെയ്തത് അതിന് വിജിലൻസ് അന്വേഷണത്തിന് ഓർഡർ ചെയ്തു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതേ രീതിയിലാണ് ഇന്ന് ആരോപണം പുറത്തു വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള നിലയിൽ ഭരിക്കുന്ന ആളുകളും അഴിമതിക്ക് കൂട്ടുന്ന ആളുകളും വരുന്നു. പ്രതിപക്ഷം പറയുന്നു ഇത് കാര്യമായ അന്വേഷണം സെൻട്രൽ ഏജൻസിയെ കുറിച്ച് നടത്തണം. ഇതാണ് എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാൻ അവർ തയ്യാറാണോ? എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ഇതേ സംഭവം 2014 ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളും ആവശ്യങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തോട് നടത്തിയ കാര്യം നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് ഇത് മാണി മാത്രമല്ല, മാണിക്ക് എന്താ കാര്യം ബാർ കോഴയുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് എക്സൈസ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ്, അവരെ പേരിലും കേസെടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ആവശ്യമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ഇന്ന് തിരിഞ്ഞുകുത്തുകയാണ് എന്നുള്ളതാണ് വസ്തുത. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ടൂറിസത്തിന്റെ ഡയറക്ടർ നടത്തിയ ചർച്ച ഈ ടൂറിസം മേഖലയുമായി മദ്യത്തിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഉള്ളവർ തന്നെയാണ്. മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 7 സംഘടനകളും അവരാവശ്യപ്പെടുന്നത് ഇങ്ങനെ ട്രൈഡേ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഹോട്ടലിലൊക്കെ ഇതേപോലെ ചില ദിവസങ്ങൾ ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ വലിയ ഈവൻസുകളൊന്നും ഇവിടെ നടക്കാതെ പോകുന്നു. അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വേണം. ആ മാറ്റം വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മാറ്റങ്ങൾ വേണം എന്ന് ഇത് തന്നെയാണ് അനുമോൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കി തരാൻ ചിലർ തയ്യാറാണ്. അങ്ങനെ നടപ്പിലാക്കി തരണമെങ്കിൽ നമുക്ക് ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അതാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. അനിൽകുമാറോട് ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് ചൂടായത്. LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. പത്മകുമാർ, LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞാൻ UDF-നെയും LDF-നെയും ഒരേപോലെ തന്നെ പറഞ്ഞിരുന്നു. എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്ന് പാവപ്പെട്ടവർക്ക് അറിയാമെന്ന്. അവിടെയാണ് അനിൽകുമാർ ദേഷ്യപ്പെട്ടത്. അല്ല മഞ്ജുഷ, ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിനെതിരായി ആരെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ആ ആരോപണത്തെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായിട്ടാണ്. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു, സ്വപ്ന സുരേഷിന് എതിരായി FIR എടുത്തു, അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി. മാത്യു കുഴനാടൻ ആരോപണം ഉന്നയിച്ചു, ഉടനെ മാത്യു കുഴനാടന് എതിരായിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് പഠിപ്പിക്കാനും അറസ്റ്റ് ചെയ്യാനും സമൻസ് അയക്കാനും ചോദ്യം ചെയ്യാനും തയ്യാറായി. ഇപ്പൊ അനിമോൻ ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. ഇപ്പൊ അനിമോനെതിരായിട്ട് അന്വേഷണം പോകുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ
പുറത്താക്കി അദ്ദേഹം മനഃപൂർവ്വം ഇടതുപക്ഷ സർക്കാരിന്റെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ വരാം. അതല്ല എങ്കിൽ അബദ്ധം പറ്റിയതാണ്. അന്ന് UDF കാലഘട്ടത്തിലും അന്ന് അവസാനം പറഞ്ഞത് ഏതോ ഒരു ആള് മദ്യലഹരിയിൽ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് ഒളിക്യാമറയിൽ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതെന്നാണ്. ഇനി ഇപ്പോ പറയും അനിമോൻ മദ്യലഹരിയിൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അന്നും അനിമോൻ ഉണ്ടായിരുന്നു, ഇന്നും അനിമോനുണ്ട്. അത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അന്നും അനിമോനുണ്ട്, ഇന്നും അനിമോനുണ്ട്. അന്നും അനിമോന്റെ ശബ്ദ സന്ദേശമായിരുന്നു വന്നത്. ബിജു രമേശാണ് പുറത്തുവിട്ടതെങ്കിലും അനിമോനെ കൊണ്ട് ഒന്നുകിൽ അനിമോനെ ബലിയാടാക്കും, അല്ലെങ്കിൽ അനിമോൻ ഈ നിലവിലുള്ള പ്രസിഡന്റിനോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്, പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അന്വേഷണം ക്ലോസ്. ശരി, ശ്രീ കെ അനിൽകുമാർ, താങ്കൾ പറഞ്ഞു ഈ മെയ് 21 യോഗത്തിന് ശേഷം മെയ് 22 ബാർ ഉടമകൾ യോഗം വിളിച്ച് നേരത്തെ തന്നെ പണം നൽകിയവരെ കുറിച്ച് പോലും പറഞ്ഞത് എങ്ങനെയാണ്? ഒറ്റ ദിവസം കൊണ്ട് അത്രയും പണം കളക്ട് ചെയ്തോ എന്ന് ചോദിച്ചു. ജനുവരി 4 തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതാണ്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, ആ ബഹളത്തിനിടയ്ക്ക് കേൾക്കാതെ പോയെന്ന് തോന്നുന്നു. ജനുവരി 4 തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് ചീഫ് സെക്രട്ടറി തന്നെ സമ്മതിച്ച കാര്യമാണ്. താങ്കൾ സെക്രട്ടറി തല ചർച്ച നടന്നിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നു താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഡയറക്ടറാണ് ചർച്ച നടത്തിയത്, ഡയറക്ടറേറ്റ് ചർച്ച നടത്തിയിട്ടൊന്നും കാര്യമില്ല, സെക്രട്ടറി വഴി ചർച്ച നടന്നിട്ടില്ലല്ലോ എന്ന് ചീഫ് സെക്രട്ടറി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് സാർ. അല്ല, ഈ ഡ്രൈ ഡേ പിൻവലിക്കുക എന്ന വിഷയം ഇപ്പോൾ ഏതാണ്ട് ഈ ജനുവരി 2 ശേഷം ഉയർന്നു വന്ന കാര്യമല്ല. ബഹുമാനപ്പെട്ട MP രാജേഷ് പറഞ്ഞ എന്താണ്, കഴിഞ്ഞ വർഷം മദ്യനയം പ്രഖ്യാപിക്കുന്ന അന്നത്തെ രാവിലത്തെ എല്ലാ പത്രങ്ങളിലും ഇതാ ഡ്രൈ ഡേ പിൻവലിക്കുന്നു എന്ന് അന്ന് തന്നെ എല്ലാ പത്രങ്ങളിലും വാർത്തയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ബാറുകളുടെ സമയം കൂട്ടുന്നത് പുതിയൊരു കാര്യമായിട്ടല്ല, എത്രയോ കാലമായിട്ട് ഡിമാൻഡാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആളുകൾ ആരും ചർച്ച ചെയ്തിട്ടില്ല, അല്ല ആരും മിണ്ടിയിട്ടില്ല. നിവേദനങ്ങൾ വന്നപ്പോൾ ആളുകൾ പ്രതികരിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല എന്നൊന്നും ഞങ്ങളാരും എവിടെയും പറഞ്ഞിട്ടില്ല. മന്ത്രിമാർ അവരുടെ മുന്നിൽ ഇപ്രകാരം അനിമോന്റെ സന്ദേശം വെച്ച് ഒരു ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിലുള്ള ചർച്ച നടത്തിയിട്ടേയില്ല. സർക്കാർ ഈ രംഗത്ത് ചർച്ച പോലും നടത്താതെയാണ് ഇപ്രകാരം അഴിമതി ആരോപണം വരുന്നത്. ഇതാണ് അവരുടെ മറുപടി. ആ മറുപടി ജനങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണല്ലോ ഞങ്ങൾ നോക്കേണ്ടത്. അതിന് ബഹുമാനപ്പെട്ട മഞ്ജുഷ് പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചത് ഒരു സമീകരണത്തെയാണ്. എല്ലാ കാലത്തും പടി കൊടുത്താൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ്. LDF ഭരണകാലത്ത് UDF-നെ പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ചാമക്കാലയ്ക്ക് വിഷമം തോന്നിയില്ല, എനിക്ക് വിഷമം തോന്നി. കാരണം ഞങ്ങളത് കേൾക്കേണ്ടവരല്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം ബഹുമാനപ്പെട്ട JR പത്മകുമാറിനോട് പറയുകയാണ്, അഴിമതി ഇല്ലാത്ത സർക്കാരാണ് LDF എന്നുള്ളതിന് തെളിവെന്താ പറയുന്നത്? ഒന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാലയുടെ പരാതി എന്താണ്? 5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച പൈസ വാങ്ങിയെടുക്കാൻ ഞങ്ങൾ താമസിപ്പിച്ചു. അതാണല്ലോ ഞങ്ങളെക്കുറിച്ചുള്ള പരമാവധി കുറ്റം. എന്നാൽ UDF-ന്റെ അവസ്ഥ എന്താ? UDF ഭരിച്ചിരുന്ന 5 കൊല്ലക്കാലം കൊണ്ട് ആകെ അവർ ഈ ഇതിന്റെ ലൈസൻസ് ഫീസായിട്ട് വർദ്ധിപ്പിച്ചത് 1 ലക്ഷം മാത്രം. LDF ഭരണകാലത്ത് 12 ലക്ഷം വർദ്ധിപ്പിച്ചു. ഇവിടുത്തെ ബാർ ഹോട്ടലിൽ നിന്നെല്ലാം ഈ മഞ്ജുഷ് ആരോപിക്കുന്ന പോലെ ഞങ്ങൾ പണം പിരിവ് നടത്തിയിരുന്നെങ്കിൽ ഈ 12 ലക്ഷം ഞങ്ങൾ പിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ സർക്കാരിന് വേണ്ടി? രാഷ്ട്രീയ പാർട്ടി പ്രതികൾക്കല്ല CPM-ന് പണപ്പിരിവ് നടത്താനായിരുന്നെങ്കിൽ UDF സർക്കാരിന്റെ കാലത്ത് 23 ലക്ഷം കിടന്നിരുന്ന ബാർ ലൈസൻസ് ഫീസ് ഞങ്ങൾ 35 ലക്ഷമാക്കിയപ്പോൾ ഈ ഇവരിൽ നിന്നും പാർട്ടിക്ക് പണം പിരിക്കാനല്ല സർക്കാരിലേക്ക് പണം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാത്ത മാധ്യമപ്രവർത്തകർക്കാണ്. പക്ഷെ ഞങ്ങളുടെ ആർജവം അതാണ്. അങ്ങനെ പണിയെടുത്തൊരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ UDF-മായി സമീകരിച്ചപ്പോൾ ഞാൻ കലഹിച്ചതാണ്. അത് നാളെയും കലഹിക്കും. അതാണ് ശക്തമായ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ബാർ ലൈസൻസ് കൊടുക്കലെന്ന് പറയുന്നത് അല്പം പൈസ തടയുന്നൊരു പണിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. പണ്ടങ്ങനെ പലരും ചെയ്തതായി കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഈ സർക്കാർ വന്ന സത്യസന്ധത എന്താണ്? നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി, ഉദ്യോഗസ്ഥന്റെ മുന്നാകെ പോകണ്ട, മന്ത്രിയുടെ മുന്നാകെ പോകണ്ട എന്ന നിലപാട് സ്വീകരിച്ചത്. ആ സ്വീകരിച്ചൊരു സർക്കാരിനെ കുറിച്ചാണ് നിങ്ങൾ സമീകരിച്ച് മഞ്ജുഷ് പറയുന്നത്. സമീകരിച്ച് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF സർക്കാരിന്റെ കാലത്തും ആരോപണങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് സാർ, ആർക്കെതിരെയും നടപടി വന്നിട്ടില്ല. അന്നത്തെ മന്ത്രിയായിരുന്ന KM മാണിക്കെതിരെയാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപം വന്നത്. ബാർ കോഴക്കേസ് 1ാം പതിപ്പ്. എന്ത് നടപടി ഉണ്ടായി? അല്ലല്ല നിങ്ങൾ തന്നെ ആ കേസ് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മഞ്ജുഷിന് തെറ്റി. അല്ല, നിങ്ങൾ തന്നെ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം മഞ്ജുഷ് 2 തെറ്റ് പറഞ്ഞു. ഇപ്പം മഞ്ജുഷ് 2 തെറ്റ് പറഞ്ഞു. ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ആ കേസ് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്.
കെ ബാബുവിന്റെ പേരിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് കേസ് ഇപ്പം നിലനിൽക്കുകയാണ്. എന്നാൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായ കാര്യം എന്താണ്? അതാണ് മനസ്സിലാക്കാൻ. ഞങ്ങളുടെ കാലത്തല്ല അവസാനിപ്പിച്ചത്, ചെന്നിത്തലയുടെ കാലത്താണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കെ എം മാണിക്കെതിരായ ആരോപണം ഉയർന്നു വന്നതാണ് തുടക്കമെങ്കിലും വസ്തുത എങ്ങനെയാണ് പിന്നീട് പുറത്തു വന്നത്? അതിലാണ് നമ്മൾ തെളിവ് തരുന്നത്. മഞ്ജുഷിൽ തരുന്ന തെളിവ് എന്താണ്? വകുപ്പ് സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട്, നികുതി വകുപ്പ് സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം നടന്നു. കെ എം മാണിയുടെ വാദം എന്താണ്? ബഡ്ജറ്റ് ധനകാര്യമന്ത്രിയുടെ വകയാണ്. പക്ഷേ നികുതി വകുപ്പ് സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കെ ബാബുവാണ് യോഗം നടത്തിയത്. ആ യോഗത്തിലാണ് 5 ലക്ഷം രൂപ വീതം ബാർ ലൈസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. എൻ്റെ ചോദ്യം, അങ്ങനത്തെ തീരുമാനമുണ്ടോ? ആ തീരുമാനം നടപ്പാക്കിയോ? എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? 5 ലക്ഷം പ്രപ്പോസ് ചെയ്തിട്ട് 1 ലക്ഷം മുതൽ കൂട്ടണ്ടേ? കൂട്ടിയോ? കൂട്ടിയില്ല. എന്താ കൂട്ടാഞ്ഞത്? ആ കാശ് KPCC ഓഫീസിലേക്ക് പോയി. അതാണ് അവരെല്ലാം ഓരോരുത്തരും വെളിപ്പെടുത്തിയത്. അങ്ങനെ വന്നപ്പോൾ എന്താണ്? അത്തരമൊരു ശൈലി LDFനില്ല. മാത്രമല്ല, ഞങ്ങളത് വർദ്ധിപ്പിച്ച് 12 ലക്ഷം വർദ്ധിപ്പിച്ചവരുടെ ഞങ്ങളുടെ ആർജവമാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് പറയാൻ കാര്യം എന്താണ്? ഞങ്ങളെ സമീകരിക്കുന്നു പറയാൻ കാരണം, ഞങ്ങൾ പറയുന്നു ഇപ്പോൾ തെറ്റായി പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അധിക പിഴ ഈടാക്കാനും തീരുമാനമെടുത്ത ഈ സർക്കാരാണ്. 60 സ്ഥാപനങ്ങളുടെ പേരിൽ കേസെടുത്തു, സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു ബാർ ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടിയോ അതിന് സംസ്ഥാന പ്രസിഡന്റ് അടക്കം വരെ നടപടിയെടുത്തു. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ അപമാനിക്കാനും ആക്രമിക്കാനും കുറെ നാളായി നടക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ കെ എം മാണിയെ അന്ന് ആക്ഷേപിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തത് സാർ. അങ്ങനെയാണെങ്കിൽ കെ എം മാണിയെ അന്ന് അപമാനിക്കുകയും ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ അവസാനം അത് മറന്നു കളഞ്ഞത്. അല്ലല്ല, ഞാൻ അതിന് മറുപടി ആരോപണമായിരുന്നു. ഈ മഞ്ജുഷന്റെ കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം തോന്നുന്നു. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം പറയും. ഞാൻ ഈ പറയുന്ന കാര്യം പൂർത്തിയാക്കിയിട്ട് അതിന് മറുപടി ഉണ്ട് തരാം. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട റിയാസിനെ കടന്നാക്രമിക്കാൻ ഇവിടെയും ഒരു കള്ളം പറഞ്ഞു. എന്താണ് കള്ളം? ബഹുമാനപ്പെട്ട റിയാസ് പങ്കെടുത്തുകൊണ്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നടന്നു. വീണ്ടും അത് മഞ്ജുഷ് ഒന്ന് എടുത്തു ചോദിച്ചപ്പോൾ ചാമക്കാല പതറി. ഇങ്ങനെ കള്ളം പറയാമോ? ഒരു മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന നേതാവിനെ ഇങ്ങനെ അപമാനിക്കാമോ? ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു എന്നാണ്. അതല്ല സെക്രട്ടറിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉരുണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ സാർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചു? ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അപമാനിക്കാൻ വേണ്ടി ഒരു ഗൂഢസംഘമുണ്ട്. ആ ഗൂഢസംഘത്തിന്റെ ഭാഗമായിട്ടാവാം, അല്ലാഞ്ഞിട്ടാവാം, ഇന്ന് നിർമ്മിക്കപ്പെട്ട കളവ് എന്താണ്? ജൂൺ 10-ാം തീയതി ഒരു യോഗം നടന്നിരിക്കുന്നു, യോഗം വിളിച്ചിരിക്കുന്നു. തെളിവ് ഹാജരാക്കാമോ? ജൂൺ 10-ാം തീയതി മന്ത്രി യോഗം വിളിച്ചതിന് തെളിവ് ഹാജരാക്കൂ. ചർച്ച പറഞ്ഞങ്ങ് പോയാൽ മതിയോ? കാളമൂത്രം പോലെ നിങ്ങൾ സംസാരിച്ചാൽ മതിയോ? ഒന്ന് തെളിവുണ്ടോ? രണ്ടാമത്തത്, ബഹുമാനപ്പെട്ട JR പത്മകുമാർ പറഞ്ഞെന്താണ്? ഇങ്ങനൊരു യോഗത്തിന്റെ വിവരം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ, 21ന്റെ യോഗത്തിന്റെ വിവരം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പിന്നെന്താ സംഭവിക്കുക? അയ്യോ, ഇതൊന്നും പുറത്തറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സാധനം നമുക്കില്ലേ? ഒരു ഓൺലൈൻ യോഗം ആർക്കും റെക്കോർഡ് ചെയ്യാം, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ ആ റെക്കോർഡ് ചെയ്ത യോഗം വെച്ച് കേൾക്കൂ. അതിനകത്ത് മദ്യനയം മാത്രമാണോ പറഞ്ഞത്? ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നാനാ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പരിശോധിക്കൂ. അതിൽ പങ്കെടുത്ത ആരോടെങ്കിലും ചർച്ച പങ്കെടുത്ത് ചോദിക്കൂ. അങ്ങനെ ചോദിക്കുമ്പോൾ സത്യം മനസ്സിലാവും എന്താണ്. അൽകുമാർ, കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചയിൽ ഭിന്നമായിട്ട് താങ്കൾ പങ്കെടുത്ത ചർച്ചകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം താങ്കൾ പങ്കെടുത്ത ചർച്ചകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ തുടക്കത്തിൽ താങ്കൾ ആ ഡയറക്ടർ വിളിച്ച യോഗത്തിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. അതിൽ താങ്കൾ എത്ര പേർ അതിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, അഭിപ്രായം പറയാൻ അർഹരാണ് എന്ന കാര്യം ആദ്യം തന്നെ ചോദിച്ചിരുന്നു. അത് ഞാൻ എണ്ണി പറഞ്ഞപ്പോൾ താങ്കൾ അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ താങ്കൾ പറഞ്ഞു മെയ് 21-ന് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ ബാർ ഉടമകൾ യോഗം വിളിച്ചിട്ട് അന്ന് തന്നെ അനിമോൻ പറയുന്നു ഇത്രയും രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇത്ര രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുൻപ് തന്നെ യോഗം ചേർന്നിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്, അത് ബാർ ഉടമകളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി. പലതരത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ റിലീസിൽ അത് പറയുന്നതാണ്.
അത് പറഞ്ഞപ്പോൾ താങ്കൾ അതെ, അതെ. പിന്നെ അത് ഇനി പറഞ്ഞു ഞാൻ മന്ത്രിതലത്തിൽ പറഞ്ഞോട്ടെ. ചർച്ച നടന്നിട്ടില്ലല്ലോ എന്ന്. ഇനി ഞാൻ പിന്നെ പറഞ്ഞോട്ടെ. പറഞ്ഞു ഇതൊക്കെ ഇവിടെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന്. ആർക്കറിയാവുന്ന കാര്യം? നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ പുറത്തു വന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ബാർ ഉടമയായ അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതുകൊണ്ടാണ് ഇത് കയ്യോടെ പിടിക്കപ്പെട്ടത് ശ്രീ കെ അനിൽകുമാർ. അല്ലെങ്കിൽ ഇത് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല, ഇതാരും അറിയാനും പോകുന്നില്ല. അതാണ് ചാമക്കാല പറഞ്ഞത്. ഇലക്ഷന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ചില കാര്യങ്ങൾ ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കാതിരിക്കുന്നതിന് കാരണം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മന്ത്രിമാർ പറയുകയാണ് ഇവിടെ ഒരു ചർച്ചയും ജനിക്കാത്ത ജാതകം നോക്കരുതെന്ന്. ജനിച്ച കുഞ്ഞിന്റെ തന്നെ ജാതകമാണ് നോക്കുന്നത്. മറുപടി പറയാം. ഞാൻ ഒരു വാദത്തിനും മാറിയിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബാർ ഹോട്ടലിന്റെ സമയം തുറന്നിരിക്കുന്നതും കുറഞ്ഞിരിക്കുന്നതും ഹൗസ് ബോട്ടുകാരെ മനസ്സിലാക്കുന്നുള്ള നിങ്ങളുടെ ബുദ്ധി ചില്ലിട്ട് വെക്കേണ്ട ബുദ്ധിയാണ്. ഒരു ബുദ്ധിയുമല്ല. മനുഷ്യന്റെ ബുദ്ധി ആ ചില്ലിട്ട് വെക്കേണ്ട എല്ലാവർക്കും ബുദ്ധിയാണ്. എന്നാ കാരണം താല്പര്യമുണ്ട്. അറിയാമോ? ആ ഹൗസ് ബോട്ട് എല്ലാവർക്കും എന്ന് പറയുന്നത് താല്പര്യമുണ്ട്. ഞാൻ പറയട്ടെ. എന്റെ സമയം അല്ലല്ല, താങ്കൾ ആദ്യം പറഞ്ഞു ഇല്ലല്ല താങ്കൾക്ക് ഈ സമയം തരാൻ പറ്റില്ല. കേരള അല്ലല്ല, താങ്കൾ വീണ്ടും ആ വാദം ഉന്നയിക്കുകയാണ്. കേരള ട്രാവൽ മാർട്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ പ്രസിഡന്റിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപ് പറയും. ജോസ് പ്രദീപിനെ വിളിച്ചു നോക്കൂ. ശ്രീ ജോണി ചാമക്കാല, താങ്കൾ വെറുതെ വന്നിരുന്ന കാളമൂത്രം പോലെ പറഞ്ഞു പോകുന്നതാണോ ഈ മെയ് 22-ന് സെക്രട്ടറിമാരുമായിട്ട് ടൂറിസം മന്ത്രി കണ്ടുവരുന്ന കാര്യവും ജൂൺ 10-ലെ കാര്യവും? അല്ല, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജ്യോതികുമാറിനോട് ചോദിച്ചത്. ഇത് തെറ്റാണ്. ഇല്ലല്ല, ഇത്രയും സമയം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണം. പറഞ്ഞാൽ മതിയോ? ഞാൻ എന്താ പറഞ്ഞത് അദ്ദേഹം കേട്ടോ? ഒരു പ്രധാനപ്പെട്ട ആരോപണം ശ്രീ കെ അനിൽകുമാർ താങ്കൾ ചാമക്കാലയ്ക്കെതിരെ ഉന്നയിച്ചു. കാളമൂത്രം പോലെ പറഞ്ഞിട്ട് പോകരുത് എന്ന് പറഞ്ഞു. മെയ് 22-ലെ കാര്യവും ജൂൺ 10-ലെ കാര്യവും. അതിനുള്ള മറുപടിക്ക് ചാമക്കാലയ്ക്ക് അവസരം കൊടുത്തേ പറ്റൂ. ചാമക്കാല, ഞാൻ അദ്ദേഹത്തിന് അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ റിയാസിനെ ഓർമ്മ വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് റിയാസിനെ സംബന്ധിച്ചാണ്. റിയാസ് അഴിമതിക്കാരനാണെന്ന് ഞാൻ മാത്രമല്ല ഇപ്പൊ താങ്കൾ സമ്മതിക്കുന്ന തുല്യമാണ്. ഏതായാലും ഉടക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? 21-ം തീയതി ഇത്തരത്തിൽ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. 22-ം തീയതി ഞാൻ പറഞ്ഞത് അതൊക്കെ പറയാൻ അവസരം താങ്കൾ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം ഇത്ര നേരം പറഞ്ഞിട്ട് പിന്നെ എവിടെന്നെങ്കിലും ഫോൺ കോൾ വരുമ്പോ നമ്മുടെ മേക്കിട്ട് കയറാൻ മര്യാദ കാണിക്കണം. അനിൽകുമാറെ, ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ആരെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ആരെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദ കാണിക്കൂ. ജ്യോതികുമാർ പറയട്ടെ. മര്യാദ കാണിക്കണം. ക്ലിഫോസ് ഇത് കോളൊന്നും വിചാരിച്ചിട്ട് ഇത് ചാനലിലെ ന്യൂസ് എഞ്ചിനാണ്. ക്ലിഫോസിന്റെ അടുക്കളയിൽ ചർച്ച ചലഞ്ച് ചെയ്തത് അൽകുമാർ നിർത്തണം. ആരോപണത്തിന് മറുപടി മര്യാദ കാണിക്കണം. എനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. മഞ്ജുഷ നടക്കത്തില്ല. എന്താണ് ക്ലിഫോസ് ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കാൻ പറയും. സമ്മതിക്കില്ല. മഞ്ജുഷ കളവ് പറഞ്ഞിട്ട് അല്ല, താങ്കൾ അവസരം കഴിഞ്ഞേ. ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നത് അനിൽകുമാർ ചർച്ച വന്നിരുന്നിട്ട് വെച്ച് പറയാതെ ശ്രീ കെ അനിൽകുമാർ മഞ്ജുഷ കളവ് പറഞ്ഞ് താങ്കൾ അവസരത്തിൽ പറയും. ഇല്ല, ഒരു കാരണവശാലും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചേ മതിയാവൂ. എനിക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞേ മതിയാവൂ. താങ്കൾക്ക് താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരമാണ് തന്നത്. താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരം തന്നെ തന്നു. ജ്യോതികുമാറിനും പത്മകുമാറിനും ഒട്ടും സമയം കൊടുത്തില്ല. ഒരു ജ്യോതികുമാർ താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾക്ക് എത്ര സമയം കിട്ടിയെന്ന് നോക്കൂ. ജ്യോതികുമാർ, നിങ്ങൾ എന്റെ ഭാഗം എനിക്ക് ന്യായീകരിക്കണം. എനിക്കതിന് സമയം വേണം. അപ്പൊ അത് മ്യൂട്ട് ചെയ്യൂ. മഞ്ജുട്ടെ, നീ മ്യൂട്ട് പറ്റില്ല. ജ്യോതികുമാർ പറയട്ടെ. ഒരു കളവുമില്ല അനിലേ. ഞാൻ നിലപാട് മാറ്റിയില്ല. ശരി, താങ്കൾ നിലപാട് മാറ്റിയില്ല. അത്രേ ഉള്ളൂ. ശ്രീ ജ്യോതികുമാർ അല്ല, ഞാൻ ചർച്ച മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പറയുകയാണ്. അനിൽ മിണ്ടാതിരിക്കൂ. അനിൽ നിലപാട് മാറ്റിയൊന്നും അല്ല. ജ്യോതികുമാർ പറയൂ. ഇത് അലിമ്പാക്കാൻ വേണ്ടിയാണ്, വസ്തുതകൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ തിരുത്തണം. നിങ്ങളെ തിരുത്തിയില്ല ഞാൻ ജ്യോതികുമാർ നിലപാട് മാറ്റി. നിങ്ങൾ കളവ് പറഞ്ഞു. തിരുത്തിയാൽ ഞാൻ നിർത്താം. മ്യൂട്ട് ചെയ്തേ. തിരുത്തിയാൽ ഞാൻ നിർത്താം. നിങ്ങൾ തിരുത്തണം.
മ്യൂട്ട് ചെയ്യാൻ മഞ്ജുഷേ സംസാരിക്കട്ടെ. ഞാൻ ഇവിടെ തെറ്റായ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ നിലപാട് മാറ്റിയിട്ടില്ല. അനിൽകുമാറെ ശരി, മര്യാദ ശരി. കാണിക്കണേ അനിൽകുമാറെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജ്യോതികുമാർ നടക്കത്തില്ല പരിപാടി. ആയിക്കോട്ടെ അനിൽകുമാറെ ജ്യോതികുമാർ മര്യാദ കാണിക്കണേ. നിങ്ങൾ ആരും ഞങ്ങളുടെ മേലെയല്ല. അല്ല ആരും ആരുടെയും മേലെയല്ല ജ്യോതികുമാർ. മഞ്ജുഷ് ശരി വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ജ്യോതികുമാർ അല്ല നിങ്ങളാണ് ഏറ്റവും മേളിൽ. നിങ്ങൾ കേസെടുക്കുന്നേ. നിങ്ങൾ മഞ്ജുഷനെ പിടിച്ച് അകത്തിടുന്നേ. ഞാൻ സംസാരിക്കട്ടെ ആദ്യം. ഇല്ല 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 വേണ്ട വേണ്ട എല്ലാത്തിനും മേളിൽ ആളുണ്ടല്ലോ ക്ലിപ്പ് ഹൗസിൽ അടുക്കള. അവിടെ ഇരിക്ക്, ഞാൻ സംസാരിക്കട്ടെ. കേക്ക്. ഞാൻ മഞ്ജുഷനോടാ പറഞ്ഞത്, നിങ്ങളോടല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ മര്യാദ കാണിക്കണം. എന്റെ അവസരത്തിലാണ് സംസാരിക്കുന്നത്. അല്ലേ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ അല്ലേ മര്യാദ കാണിക്കണം. നമുക്ക് സംസാരിക്കാം. താങ്കൾ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങാതെ നിങ്ങൾ എന്റെ താങ്കൾ അവസരമാണ് കുട്ടികളെ പോലെ തുടങ്ങാതെ ജ്യോതികുമാർ പറയട്ടെ. മഞ്ജുഷനോട് പറഞ്ഞത് രാമക്കാലം എന്തിനാണ് ഇടപെടുന്നത്? അല്ലേ താങ്കൾ ഈ കൊച്ചു കുട്ടികളെ പോലെ സംസാരം നിർത്തൂ. എന്റെ അവകാശം എന്റെ അവസരത്തിലാണ് പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക്. ഒരു കൊച്ചുകുട്ടിയല്ല നിങ്ങൾ വിഡ്ഢിത്തരം. അതൊക്കെ വീട്ടിൽ പോയി പറയണം. എന്റെ അവസരത്തിൽ സംസാരിക്കരുത്. ജ്യോതികുമാർ പറയട്ടെ. നിങ്ങൾ ഇവിടെ കള്ളത്തരം പറഞ്ഞ ഞാൻ നിലപാട് മാറ്റിയെന്ന് കള്ളം പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് താങ്കൾ എന്തിന്റെ കാര്യമായി പറയണേ? കൊച്ചുകുട്ടിയാണ്. എന്ത് കാര്യമാണ് താങ്കൾ പറയുന്നത്? നിലപാടില്ലാത്ത അനിൽകുമാർ എന്ത് നിലപാടെന്നേ? എന്ത് കാര്യമാണ് താങ്കൾ ഞാൻ പറയുന്നത്? ഏത് നിലപാട് മാറ്റിയത് നമുക്ക് ചർച്ച ചെയ്യാം. ഏത് നിലപാടിന്റെ കാര്യം താങ്കൾ പറയണത്? ഏത് നിലപാടിന്റെ കാര്യമാണ്? ഏത് നിലപാടാണ് ഇങ്ങോട്ട് പറയൂ. ഏത് നിലപാടാണ്? ഏത് നിലപാടാണ്? അയാളെ മ്യൂട്ട് ചെയ്യും. ഒറ്റ സെക്കൻഡ്. ഞാൻ 2 തവണ പറഞ്ഞിട്ട് താങ്കൾക്ക് മനസ്സിലായില്ല. 2 തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ല. താങ്കൾ പറഞ്ഞ സ്റ്റേ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അതിനകത്ത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാവുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 7 പേരുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കൂ. താങ്കൾ കേരള ട്രാവൽ മാർട്ടിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കൂ. ജോസ് പ്രദീപിനെ വിളിച്ച് ചോദിക്കൂ. ധൈര്യമുണ്ടോ ചോദിക്കാൻ? ചോദിക്കൂ. നിങ്ങൾ മറുപടി പറയാൻ സമ്മതിക്കില്ലല്ലോ. താങ്കളുടെ മറുപടിക്കുള്ള അവസരം കഴിഞ്ഞില്ലേ? താങ്കളുടെ 3 മണിക്കൂർ സംസാരിച്ചു. ന്യായം പറയാം. പിന്നെ എന്റെ അവസരത്തിൽ നശിപ്പിക്കുന്ന താങ്കൾ. അല്ലല്ലല്ല മഞ്ജുഷ, അതിന് നിങ്ങൾ മറുപടി പറയാൻ സമ്മതിക്കില്ല. എന്താ താങ്കൾ പറയുന്നു? ഞാനൊന്നും പറയുന്നില്ല. താങ്കൾ സംസാരിക്കുന്ന കാണി ചർച്ചയിൽ മര്യാദ കാണിക്കട്ടെ. അനിൽകുമാറിനെ പോലെ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ ഈ ചർച്ച അലിമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കല്ലേ? ദിവസം 12 മണി വരെ നടക്കുന്ന ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേയുമായിട്ട് എന്ത് ബന്ധം? ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേ ആയിട്ട് എന്ത് ബന്ധം? ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേ ആയിട്ട് എന്ത് ബന്ധം? ശരി ശരി ആയിക്കോട്ടെ. ഒരു കാര്യം ചുമ്മാ പറയുകയാണ്. എന്റെ പൊന്ന അനിൽകുമാർ, താങ്കൾ ഹൗസ് ബോട്ട് ഓഫീസിനെ കാണുന്നതല്ലേ? കുമരകത്തല്ലേ താങ്കളുടെ വീട്? കുമരകത്തല്ലേ താങ്കളുടെ വീട്? ഏതെങ്കിലും ഒരു ഹൗസ് ബോട്ടുകാരനോട് ചോദിക്കൂ, ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതാണോ കുറയുന്നതാണോ അവർക്ക് താല്പര്യമെന്ന്. ആ ഒറ്റ മറുപടി കേട്ട് താങ്കൾ ഇവിടെ വന്ന് അതിനുള്ള മറുപടി പറയൂ. ശരി ജ്യോതികുമാർ പറഞ്ഞോളൂ. അതൊക്കെ വേറെ കാര്യം. അല്ലല്ല, അത് വേറെ കാര്യമൊന്നുമല്ല ജ്യോതികുമാർ. പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് പറയുന്നത്? ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടണമെങ്കിൽ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ളത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ കേരള ട്രാവൽ മാർട്ടിന്റെ കാര്യം. അത് ചീറ്റിപ്പോയില്ലേ? ശരി ജ്യോതികുമാർ. ആയിക്കോട്ടെ ജ്യോതികുമാർ. ഹലോ, ഇവിടെ മഞ്ജുഷ എന്താ വിഷയം എന്നറിയാമോ? ഇവിടെ അദ്ദേഹം നട്ടാൽ കുരുക്കാത്ത കളവ് പളം പറഞ്ഞിരിക്കുക. അദ്ദേഹം കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് 21-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി മന്ത്രിയുടെ ചേംബറിൽ നടന്ന യോഗത്തെ സംബന്ധിച്ച്, സെക്രട്ടറിമാരുടെ യോഗത്തെ സംബന്ധിച്ച് ഉടനെ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് റിയാസാണ്. കേൾക്കേണ്ടതൊന്ന് ഞാൻ പറഞ്ഞത് എക്സൈസ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തെ സംബന്ധിച്ച ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ആ മന്ത്രിയുടെ ഓഫീസിൽ അവിടെ പിന്നെ CCTV ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. ഏതൊക്കെ സെക്രട്ടറിമാർ അതിൽ പങ്കെടുത്തു എന്ന് പറയട്ടെ. എന്തായിരുന്നു തീരുമാനം എന്ന് പറയട്ടെ. 10-ാം തീയതി പിന്നെ അതിന് സമയം എക്സൈസ് മന്ത്രി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയട്ടെ. സെക്രട്ടറിമാരോട് ചോദിക്കാൻ പറയും. അപ്പോ അതൊക്കെ വസ്തുതാപരമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അഴിമതി കാണിച്ചാൽ ഉടനെ റിയാസ് ആണെന്ന് അനിൽകുമാറിന് തോന്നിപ്പോന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. റിയാസ് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് രാജേഷിനെ കൂടി ചേർത്താ, മുഖ്യമന്ത്രിയോട് ചേർത്താ, അത് ഞങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വസ്തുതാപരമായി കേൾക്കണം ഒന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് ലൈസൻസ് ഫീ അവർ കൂട്ടി. കാലാനുസൃതമായി ലൈസൻസ് ഫീ കൂട്ടും. ഞങ്ങളുടെ കാലത്ത് 1 ലക്ഷമേ കൂട്ടാൻ കഴിഞ്ഞുള്ളൂ. കാരണം 2014 തന്നെ ബാറുകളെല്ലാം പൂട്ടി വെച്ച ബാറുകൾക്ക് പിന്നെ എന്തിനാണ് ലൈസൻസ് ഫീ കൂട്ടുന്നത്? ബാറുകൾ തന്നെ പൂട്ടി. ഞങ്ങൾ 29 5 സ്റ്റാർ ബാറുകൾ ഒഴിച്ച് ബാക്കി എല്ലാം പൂട്ടിയിട്ടാണ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ലൈസൻസ് ഫീ എന്തിനാണ് കൂട്ടുന്നത്? പിന്നെ അദ്ദേഹം പറയുന്നത് ഓൺലൈൻ അപേക്ഷയ്ക്ക് സൗകര്യം ഉണ്ടാക്കിയെന്ന്. ഓൺലൈൻ ബാർ ലൈസൻസ് റിന്യൂവലിന് ആദ്യ അവസരം ഉണ്ടാക്കി. ബാർ ലൈസൻസ് ആദ്യഘട്ടം എന്ന നിലയിൽ 2014 തന്നെ ഓൺലൈനിൽ ബാർ ലൈസൻസ് പുതുക്കാനുള്ള അവസരമുണ്ടാക്കിയത് UDFന്റെ കാലത്താ. തർക്കമുണ്ടോ? അപ്പോ ഞങ്ങളുടെ കാലത്തെ വലിയ കണ്ടുപിടുത്തവാ ഇതൊക്കെ ഇപ്പൊ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാ ഇല്ലാത്തത്? എല്ലായിടവും ഉണ്ട്. ഇനി താങ്കൾ പറയുന്നത് പിന്നെ അധിക പിഴയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ 800 ബാറുകൾ തുറന്നു കൊടുത്ത നിങ്ങൾ ബാർ മുതലാളിമാരെ സഹായിച്ചു. അവരുടെ നിന്ന് ടേൺ ഓവർ ടാക്സ് വാങ്ങാതെ ബാർ മുതലാളിമാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ടേൺ ഓവർ ടാക്സ് അടയ്ക്കാത്ത ബാറുകളുടെ എണ്ണം എടുത്താൽ
അത് ടേൺ ഓവർ ടാക്സ് ഇല്ലാതെ അവർക്ക് മദ്യം നൽകില്ല എന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ ഈ സംസ്ഥാനത്തെ 80% ബാറുകളും പൂട്ടിയിടേണ്ടി വരും. ആരാ ഉത്തരവാദി? എന്തുകൊണ്ടാ പൈസ പിടിക്കാത്തത്? എന്തുകൊണ്ടാ സർക്കാർ പൈസ വസൂലാക്കാത്തത്? ഇനി ബാറുകളെല്ലാം തുറന്നു കൊടുത്തു, അതിലധികവും കൊടുത്തു. ഇപ്പൊ 800 ബാറുകൾ സംസ്ഥാനത്തുണ്ട്. നിങ്ങൾ അതിനോടൊപ്പം UDF 2 വർഷത്തെയും ഒക്ടോബർ മാസം 2-ാം തീയതി 10% വീതം ബെബ്കോയുടെയും അതുപോലെ കൺസ്യൂമർ ഫെഡിന്റെയും ഷോപ്പുകൾ, ചില്ലറ വിൽപ്പനശാലകൾ ഞങ്ങൾ പൂട്ടിയിരുന്നു. നിങ്ങൾ അത് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ട് 2 വർഷമായി. എന്തേ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല? നിങ്ങൾ ബാർ മുതലാളിമാരെ വീണ്ടും സഹായിക്കാൻ നിൽക്കുക. ഇപ്പോ നിങ്ങൾ മദ്യനയം സമയബന്ധിതമായി പുറത്തിറക്കാത്തതിന് കാരണം എന്താ? ബാർ മുതലാളിമാരെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയാ, അവരിൽ നിന്ന് പിരിവെടുക്കാൻ വേണ്ടിയാ, അവരിൽ നിന്ന് ഡ്രൈ ഡേ മാറ്റി കൊടുക്കാൻ വേണ്ടിയാ, അവരുടെ ഓപ്പറേറ്റിംഗ് ടൈം നീട്ടി കൊടുക്കാൻ വേണ്ടിയാ. അപ്പോ എല്ലാ അർത്ഥത്തിലും ബാർ മുതലാളിമാർ ഇവിടെ നോക്കൂ. കേരളം കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം? പച്ചയ്ക്ക് പറയല്ലേ, സംസ്ഥാന സർക്കാരിന് 2.5 ലക്ഷം രൂപ വെച്ച് ഓരോ ബാർ മുതലാളിയും കൊടുത്താൽ മാത്രമേ ഡ്രൈ ഡേ പിൻവലിക്കുകയുള്ളൂ, നമ്മുടെ സമയം നീട്ടിത്തരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് മദ്യനയം നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മദ്യനയം തീരുമാനിക്കുന്നത് മദ്യമുതലാളിമാരാണ്. മദ്യമുതലാളിമാർ മദ്യനയം തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് അതിനടിസ്ഥാനം സാമ്പത്തികം മാത്രമാണ്. കോടികൾ പിരിച്ചു കൊടുത്താൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനിൽകുമാർ, അതിനകത്ത് ടൂറിസം മന്ത്രിയുടെ കാര്യമായിരുന്നില്ല ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത്, എക്സൈസ് മന്ത്രിയുടെ കാര്യമായിരുന്നു. എക്സൈസ് മന്ത്രി അങ്ങനെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ്. പിന്നെ ജൂൺ 10-ന്റെ കാര്യം, അത് എക്സൈസ് മന്ത്രിക്കെതിരെയാണ് പറഞ്ഞത്, അല്ലാതെ ടൂറിസം മന്ത്രിക്കെതിരെയല്ല. പുള്ളിക്ക് റിയാസിന്റെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഒറ്റ വാക്ക് ബഹുമാനപ്പെട്ട VD സതീശൻ അറിയാൻ വേണ്ടി പറയാ, ചാമക്കാല അറിയാൻ വേണ്ടി പറയാ, സെക്രട്ടറിമാരായിട്ടുള്ള ടൂറിസത്തിന്റെയും തൊഴിലിന്റെയും സെക്രട്ടറിയെ മന്ത്രിനയം തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയ മന്ത്രിസഭയായ UDFന്റെ മന്ത്രിസഭ. അതിന്റെ രേഖ അങ്ങോട്ട് വേണം തരാം. രണ്ടാമത് ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാല പറഞ്ഞ പോലെ അനിമോന്റെ മൊഴിക്കകത്ത് സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കാനെന്ന് പറഞ്ഞിട്ടില്ല. കളവ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കളവ് പറയണം. ഇല്ല, പിടിക്കപ്പെടും. കളവ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കളവ് പറയണം. അല്ല, പിടിക്കപ്പെടും. ചാമക്കാല പിടിക്കപ്പെടും. കളവ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കളവ് പറഞ്ഞില്ല. താങ്കൾക്ക് അവസരം കുറഞ്ഞുപോയി, നമുക്ക് മറ്റൊരു അവസരത്തിൽ ആകാം. ഇത്രയും ശരി. നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സ്മോൾ ആണോ ഈ ഇടപാടുകൾ? അതെ എന്ന് 19% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 79%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.